സുഹൃത്തുക്കളെ, ഇന്ന് പണിമുടക്കായത് കാരണം നമുക്ക് ഒരു ചെറിയ യാത്ര പോകാനുള്ള സമയം വീണ് കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ മണികണ്ഠൻ കാറുമായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വീട്ടിൻ്റെ അവിടെ നിന്നാണ് വീഡിയോ തുടങ്ങുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് പണിമുടക്ക് കാരണം കേരളത്തിൽ മൊത്തത്തിൽ എല്ലാ കടകളും വാഹനങ്ങളും ഒക്കെ ഇന്ന് പണിമുടക്കുകയാണ്. കേരളത്തിൽ എല്ലായിടത്തും പണിമുടക്കാണെങ്കിലും ഉദയകുളങ്ങര എത്തിയപ്പോൾ പമ്പുകളൊക്കെ ഓപ്പണാണ്. ഉദയകുളങ്ങര മുതൽ അങ്ങോട്ട് പിന്നെ പമ്പുകളൊക്കെ സജീവമായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ മണിയേട്ടാ, പമ്പില്ല, പെട്രോളില്ല എന്ന് നമ്മൾ വിചാരിച്ചെങ്കിലും ഉദയകുളങ്ങരയിൽ പമ്പ് ഓപ്പണാണ്. ഇവിടെയും ഓപ്പണാണ്. വിഷ്വൽ ഇതാ എടുക്കയില്ലേ, വിഷ്വൽ മാർക്കറ്റ് എല്ലാം സജീവമാണ്. കേരളവും കളിയിക്കാകളാണ്. അത് കേരളവും തമിഴ്നാടും പെട്ടെന്ന് കണ്ടപ്പോൾ അപ്പുറത്ത് ആരുമില്ല, ഇപ്പുറത്ത് ഒരുപാട് ആളുകളും വണ്ടികളും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ശരിക്ക് കേരള ബോർഡർ, കേരള തമിഴ്നാട് ബോർഡർ കടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരു 100 മീറ്റർ കൂടെ ആവുമ്പോൾ നമ്മൾ കറക്റ്റ് തമിഴ്നാട്ടിൽ. സുഹൃത്തുക്കളെ, ഞങ്ങൾ മാർത്താണ്ഡത്തെത്തി. ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. പുഴയും കായലും ഒക്കെ കടന്ന് നമ്മളിപ്പോൾ മാർത്താണ്ഡത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് മേളിൽ കയറണ്ട, താഴെ കൂടെയാണ് പോകാനുള്ള. കാരണം ഞങ്ങൾക്ക് കുലശേഖരം പോകാനായിട്ട് മുകളിൽ കയറേണ്ട ആവശ്യമില്ല. നമ്മളങ്ങനെ മാർത്താണ്ഡത്ത് അത് ഇവിടുത്തെ അമ്പലത്തിൽ സ്വർണ്ണായിരിക്കും. ഞങ്ങളങ്ങനെ മേൽപ്പാലത്തിൻ്റെ അടിയിലൂടെ പതുക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മണികണ്ഠൻ വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ യാത്ര മണികണ്ഠൻ്റെ കാറിലാണ്. കേരളത്തിൽ പണിമുടക്കാണ്. പക്ഷേ തമിഴ്നാട്ടിൽ വന്നപ്പോൾ ഭയങ്കര ബ്ലോക്ക്. രാവിലെ തന്നെ നല്ല ബ്ലോക്കുണ്ട്. സൂര്യൻ കത്തി ജ്വലിച്ച് ഉദിച്ച് ഉയരുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് ലെഫ്റ്റാണ് പോകാനുള്ള. വേണ്ട, സിറ്റിയിൽ നിന്നൊക്കെ വിട്ട് നമുക്കിനി പതുക്കെ ഗ്രാമങ്ങളിലോട്ട് യാത്ര ചെയ്യാം. സുഹൃത്തുക്കളെ, കണ്ടില്ലേ തമിഴ്നാടിൻ്റെ ഐശ്വര്യം? മലകൾ നമ്മൾ കണ്ടു തുടങ്ങി. മലകൾ. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം സുഹൃത്തുക്കളെ, നമ്മൾ കുലശേഖരം ടൗണിലോട്ട് എത്തിച്ചേരുകയാണ്. തൊട്ടടുത്താണ് എൻ്റെ അനിയൻ്റെ വീട്. മുനീർ എന്നാണ് പേര്. ഇനി മുനീറിനെ വിളിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. മുന്നോട്ടുള്ള യാത്രയിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലങ്ങളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളെല്ലാം അനിയൻ്റെ വീടെത്തിയിട്ടുണ്ട്. പിന്നെ മീൻ നോക്കാം. താഴെ കുറച്ച് മണിക്കൊണ്ട് മുനീറേ ബായ്. മുനീറേ കണ്ണ് ജിമ്മ്. മുനീറേ കണ്ണ് ജിമ്മിയാ. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ കുലശേഖരം കഴിഞ്ഞ് ഈ സ്ഥലത്തിന് പേരെന്തോ പെരിഞ്ചാണിയിൽ വരുന്ന ഒരു ഡാമാണിത്. അങ്ങനെ വലുതായിട്ട് ആർക്കും അറിയത്തില്ല ഈ റൂട്ട്. ഒരു ദിവസത്തെ സ്പെൻഡിങ്ങിന് പുറത്താണ്. ഇത് ഫോറസ്റ്റും പ്രൈവറ്റ് പ്രോപ്പർട്ടികളെല്ലാം കൂടെ ഉൾപ്പെട്ട് വരുന്ന ഒരു പ്ലേസാണിത്. എന്തായാലും മുന്നോട്ടുള്ള വഴിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പേച്ചിപ്പാറ ഡാമിലല്ലേ? കാളികേശം. എടാ, നമ്മളെ ഈ ഇവിടെ തമിഴ്നാട്ടിൽ ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഒരു പുഴയും അരുവിയൊക്കെ ആയിട്ട് ഒരു അമ്പലമൊക്കെ ആയിട്ട് വരുന്ന എന്തോ കാളികേശം തന്നെ. ഇതാണ് പെരിഞ്ചാണി അണை. എന്തായിരുന്നാലും പതുക്കെ വലിയ ഇതിലാണ്. അങ്ങനെ കുത്തനെ കയറ്റം ചവിട്ടി കയറാൻ മണികണ്ഠൻ വെൽ ഡ്രൈവറായിട്ട് നമ്മൾ അംഗീകരിക്കാനുള്ള സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്.
സുഹൃത്തുക്കളെ, തിരുവനന്തപുരത്ത് നിന്ന് ഒരു 50 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കന്യാകുമാരി ജില്ലയിൽ പെരിഞ്ചാണി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഡെസ്റ്റിനേഷനാണിത്. ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. പെരിഞ്ചാണി ഡാമാണ്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ രാവിലെയാണ് വന്നത്, നല്ല വെയിലുണ്ട്. ഒരു ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേര സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ 2-3 മണിക്കൂർ ഇവിടെ ഇരുന്ന് നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയും. നല്ല ക്ലൈമറ്റാണ് ഇവിടെ. ഇത് മാർത്താണ്ഡം കഴിഞ്ഞ് കുറച്ച് ഉള്ളിലോട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത്. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ആംബിയൻസാണ്, നല്ല സിറ്റുവേഷനാണ്. നമ്മുടെ ഇത് ഫോറസ്റ്റിനുള്ളിൽ വരുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് വരുന്നതിന് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല.